ഇന്ന് 23 മിനിറ്റാണ് വാദം കേട്ടത്. പുതിയ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിക്കുകയുണ്ടായി. ആ തെളിവുകൾ പ്രധാനമായും 2 കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ചു. അതൊന്ന്, രണ്ടാമത്തെ കേസിന്റെ വിശദാംശങ്ങൾ, എത്രത്തോളം ക്രൂരമായി ലൈംഗിക പീഡനത്തിന് അതിജീവിത വിധേയയായിട്ടുണ്ട്, അതിന്റെ വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ, രാഹുൽ മാങ്കൂട്ടത്തിലും അതിജീവിതയും തമ്മിൽ നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചു പ്രോസിക്യൂഷൻ. കൂടാതെ ആദ്യ കേസിലെ അതിജീവിതയുടെ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് അത് അനധികൃതമായി നടത്തിയതാണ് എന്നുൾപ്പെടെ അതിന്റെ തെളിവുകളും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. മനീഷ് മഹിപാലുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, ഇന്നിപ്പോൾ അറിയാൻ പോകുന്നത് ആദ്യം അറസ്റ്റ് വേണമോ വേണ്ടയോ, അറസ്റ്റ് ചെയ്യാമോ അന്വേഷണ സംഘത്തിന് എന്നുള്ളതിലെ തീരുമാനമാണ് ആദ്യം വരാൻ പോകുന്നത്. അതിനുശേഷം ഇന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വിധി എന്നതാണ് നമുക്കറിയേണ്ടത്. അനുജ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അരികിൽ എത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതാ രേഖാമൂലത്തിൻ്റെ ഹർജി നൽകിയിരിക്കുന്നത്. അതായത് ഇത് നോട്ട് ടു അറസ്റ്റ് എന്ന ഹർജി നിലവിൽ പ്രതിഭാഗം കോടതി നൽകിയിട്ടുള്ളത്. 1 മണിയോടുകൂടി തന്നെ അതിൽ വിധി നിലവിൽ സെഷൻസ് കോടതി പറയും. സാങ്കേതികമായി തന്നെ ഇത്തരം വിഷയങ്ങളിൽ കോടതി വിധി പറയുക, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധിയിൽ വാദം തന്നെ പൂർണ്ണമായി ഇപ്പോൾ കേട്ട് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, പൂർത്തിയായിട്ടുള്ളൂ, അന്തിമ വാദം പൂർത്തിയായിട്ട് മാത്രമേ ഉള്ളൂ. ഇനിയും വാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. അത് ഒരു പക്ഷേ നാളത്തേക്ക് മാറ്റിയേക്കാം. എല്ലാം കോടതിയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ 1 മണിക്ക് തന്നെ ഈ നോട്ട് ടു അറസ്റ്റ് ഹർജിയിൽ നിലവിൽ പ്രതിഭാഗം നൽകിയിട്ടുള്ള നോട്ട് ടു അറസ്റ്റ് ഹർജിയിൽ വിധി പറയുന്നതാണ്. അത് അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ ഈ പ്രതിഭാഗത്തിന് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. കാരണം നിലവിൽ അറസ്റ്റ് ഉണ്ടായാൽ അത് രാഹുലിനെ സംബന്ധിച്ച്, രാഹുലിൻ്റെ ഭാഗം നിൽക്കുന്നവർക്ക് അത് വളരെ വലിയ തിരിച്ചടി ഉണ്ടാകും. കാരണം SITക്ക് നിലവിൽ പ്രാഥമിക ലഭിച്ചിട്ടുള്ള തെളിവുകൾക്ക് അപ്പുറത്തേക്ക് രാഹുലിനെ പിടികൂടി അറസ്റ്റ് ചെയ്താൽ മാത്രമേ കൂടുതൽ തെളിവുകളിലേക്കും കോടതിയിൽ അത് വരുന്ന ഭാവിയിൽ അത് അടക്കം നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമാണ് ഈ കേസിൽ ഒരു പക്ഷേ നാളത്തേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നീട്ടിവെച്ച്, അതിൽ വിധി പറയുന്ന നീട്ടിവെച്ചാൽ ഇന്നൊരു ദിവസം അല്ലെങ്കിൽ നാളെ ഉച്ചവരെയാകും ആ ഒരു കാര്യത്തിൽ തീരുമാനം അല്ലെങ്കിൽ തീർപ്പ് വരാൻ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസവും നാളെ ഒരു പകൽ അല്ലെങ്കിൽ ഉച്ചവരെയുള്ള സമയം അന്വേഷണ സംഘത്തിന് രാഹുലിലേക്ക് എത്താനുള്ള വളരെ നിർണായകമുള്ള മണിക്കൂറാണ്. ആ മണിക്കൂറിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിലവിൽ കോടതി നോട്ട് ടു അറസ്റ്റിൽ നിലവിൽ അത്തരം കാര്യങ്ങൾക്ക് ശരിവെച്ചാൽ അതിൽ അറസ്റ്റ് ചെയ്യേണ്ട എന്ന നിർദ്ദേശം കോടതി നൽകിയാൽ അത് വലിയ രീതിയിൽ ഗുണമാവുക പ്രതിഭാഗത്തിന് മാത്രമായിരിക്കും. അത് പ്രോസിക്യൂഷന് വലിയ രീതിയിൽ തിരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ രണ്ടാമത്തെ FIRന്റെ വിശദാംശങ്ങളടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയിരിക്കുകയാണ്. രാഹുൽ ഒരു വലിയ ക്രിമിനലാണ്. ഇത്തരത്തിലുള്ള നടപടികൾ 8ാം ദിവസവും ഒരു പൊതുപ്രവർത്തകൻ, ഒരു നിയമസഭാ സാമാജികൻ നിയമത്തിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട്, അന്വേഷണ സംഘത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് മാറി നിൽക്കുന്നു, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നതിന്. ഒപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി ഇയാളാണ് എല്ലാ നീക്കങ്ങളും എല്ലാ പ്രേരണയും നടത്തിയതെന്ന ഒന്നുകൂടി ഉറപ്പിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പ്രോസിക്യൂഷന് ഇന്ന് കോടതിയിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കോടതി പരിശോധിച്ച് വരികയാണ്. ഇന്നലെ ഇതിൻ്റെ ബദലായി രാഹുലിൻ്റെ അഭിഭാഷകൻ അല്ലെങ്കിൽ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ കൊണ്ടുവന്നത് ഈ ഗർഭചിത്രം നടത്താൻ വേണ്ടി യുവതിയാണ് മുൻകൈയെടുത്തത്. തൻ്റെ സുഹൃത്തിന്, അത് രാഹുലിൻ്റെ സുഹൃത്തിന് ഗർഭചിത്രത്തിന് വേണ്ട ഗുളിക വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയാണ് തൻ്റെ സുഹൃത്തിന് മെസ്സേജ് അയച്ചത്. ആ മെസ്സേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇന്നലെ കോടതി നൽകിയിരുന്നു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അതല്ല, അതിൻ്റെ മുൻപും അതിൻ്റെ പിൻപുമുള്ള വാട്സപ്പിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ളത്. അതായത് ഈ പെൺകുട്ടി ഗുളിക വേണമെന്ന് ആവശ്യപ്പെട്ടത് രാഹുലിൻ്റെ നിരന്തരമായ സമ്മർദ്ദത്തിനൊടുവിലാണ്. അങ്ങനെ രാഹുൽ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു, സമ്മർദ്ദത്തിലാക്കുന്നു. ഈ സമ്മർദ്ദത്തിനൊടുവിലാണ് യുവതി രാഹുലിൻ്റെ സുഹൃത്തിനോട് മരുന്ന് ആവശ്യപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് പ്രോസിക്യൂഷന് കോടതിയിൽ നിരത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ടാണ്. കാരണം ഇന്നലെ കോടതിയിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന് ഡോക്ടർമാരുടെ മൊഴിയാണ്. ഗർഭചിത്രത്തിന് ശേഷം യുവതി അഡ്മിറ്റായ ആശുപത്രിയുടെ മെഡിക്കൽ രേഖകൾ, ഡോക്ടർമാരുടെ മൊഴികൾ, ഈ യുവതി നൽകിയിട്ടുള്ള രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷന് കോടതിയിൽ ഏറ്റവും അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളാണ്. പക്ഷേ അതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് രാഹുൽ ഈ രീതിയിൽ ഗുളിക നൽകിയിട്ടില്ല, അത് മറ്റൊരു സുഹൃത്തിൻ്റെതാണെന്ന രീതിയിൽ ഒരു സ്ക്രീൻഷോട്ട് നൽകിയിട്ടുള്ളത്. ഇപ്പോഴിതാ ഇത് മുൻകൂട്ടി തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പ്രതിഭാഗം നിലവിൽ ഈ അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഇന്നാണ് രേഖാമൂലം ഹർജി നൽകിയതെങ്കിൽ കൂടി ഇന്നലെ പ്രോസിക്യൂട്ടറോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ വിധി ഇന്നലെ കേസ് പരിഗണിക്കുന്നു, നാളെ ഇതുമായി ബന്ധപ്പെട്ട സാവകാശം കോടതിക്ക് വേണം. അതുകൊണ്ട് തന്നെ 1-2 ദിവസമോ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് അതിൽ വിധി പറയാൻ താമസമുണ്ട്. ഈ വരുന്ന കാലയളവിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള നടപടി എടുക്കാൻ സാധിക്കുമോ എന്ന് പ്രോസിക്യൂട്ടറോട് ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രോസിക്യൂട്ടർക്ക് സാങ്കേതികമായി അത്തരം കാര്യങ്ങൾ ഇടപെടാൻ സാധിക്കില്ല. എന്താണെങ്കിലും 1 മണിക്ക് ഈ നോട്ട് ടു അറസ്റ്റ് ഹർജി പരിഗണിക്കും. അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി ഉണ്ടാകുമോ അല്ലെങ്കിൽ അത്
പാടില്ല എന്ന ആവശ്യം പ്രതിഭാഗം ഉന്നയിക്കുന്നു. അതിന്മേലുള്ള കോടതിയുടെ വിധി, കോടതിയുടെ തീരുമാനം എന്ത് എന്നത് 1 മണിയോടെ അറിയാൻ കഴിയും. അതിനുശേഷം മുൻകൂർ ജാമ്യ ഹർജിയിലുള്ള കോടതിയുടെ ഉത്തരവ് എന്താണ് എന്നത് ഇന്നുണ്ടാകുമോ എന്നൊക്കെയുള്ള തീരുമാനം അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഏതായാലും വിശദമായ വാദമുഖം അതൊരു മുൻകൂർ ജാമ്യ ഹർജിയിൽ നടത്തിയിരിക്കുന്നു സെഷൻസ് കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അതിനുശേഷം ഇന്ന് ഏതാണ്ട് 25 മിനിറ്റോളം നീണ്ടുനിന്ന വാദം നടന്നു. ഇന്നലെ 1.5 മണിക്കൂറിലേറെ നീണ്ട വാദം. വിശദമായ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഇരുഭാഗവും ഹാജരാക്കുന്നു. അതിനുശേഷം വാദം പൂർത്തിയായിരിക്കുന്നു. ഇനി കോടതിയുടെ തീരുമാനം കാത്തിരിക്കുകയാണ് കേരളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.